ഒറ്റ സീസണിൽ എല്ലാവരെയും രസിപ്പിച്ച അദ്ഭുത പ്രകടനങ്ങൾക്കുശേഷം അവർ വന്നതിലും വേഗത്തിൽ അപ്രത്യക്ഷരായി അങ്ങനെ ഒരുപിടി താരങ്ങൾ IPL-ൽ ഉണ്ട്. അത് ആരൊക്കെയാണെന്ന് നോക്കാം. 1. സ്വപ്നിൽ അസ്നോദ്കർ. 5 അടി 5 ഇഞ്ച് ഉയരമേയുള്ളൂവെങ്കിലും IPL-ൽ ആദ്യ സീസണിൽ അസ്നോദ്കറിനുണ്ടായിരുന്ന തലപ്പൊക്കം വലുതായിരുന്നു. ഈ ഗോവൻ പയ്യനെ രാജസ്ഥാൻ റോയൽസിന്റെ ഓപ്പണറായി നിയോഗിച്ച ക്യാപ്റ്റൻ ഷെയ്ൻ തീരുമാനം തെറ്റിയില്ല. രാജസ്ഥാന്റെ കിരീടവഴിയിലെ മിക്ക കളികളിലും അസ്നോദ്കറിന്റെ പ്രകടനം നിർണായകമായി. 9 കളികളിൽ 311 റൺസ് നേടി. അടുത്ത 3 വർഷം 11 മത്സരങ്ങളിൽ കൂടി അസ്നോദ്കർ കളിച്ചെങ്കിലും കഷ്ടിച്ചു 100 റൺസേ നേടാനായുള്ളൂ. 2. പോൾ വാൽതാട്ടി. IPL-ൽ 4ാം സീസണിലെ ഏറ്റവും വലിയ അദ്ഭുതമായിരുന്നു പഞ്ചാബ് ഓപ്പണർ പോൾ വാൽതാട്ടി. 14 കളികളിൽ 463 റൺസുമായി സീസണിലെ മികച്ച വ്യക്തിഗത താരമായി. 35 റൺസ് ശരാശരിയോടെയായിരുന്നു റൺവേട്ട. ഇതിൽ ചെന്നൈക്കെതിരെ 63 പന്തിൽ നേടിയ 120 റൺസെന്ന മാജിക ഇന്നിംഗ്സ് മറക്കാൻ പറ്റാത്തത്. ചെന്നൈ തൊട്ടടുത്ത സീസണിൽ അവിശ്വസനീയമായി വാൽതാട്ടി തകർന്നടിഞ്ഞു. 6 കളികളിൽ നിന്നും 30 റൺസുമായി ബെഞ്ചിലേക്കു മാറി. പിന്നീടൊരു കളിയിൽ മാത്രമേ വാൽതാട്ടിക്ക് പഞ്ചാബ് അവസരം നൽകിയുള്ളൂ. അതിൽ 6 റൺസെടുത്ത് പുറത്തായി. 3. പ്രദീപ് സാൻവാൻ. IPL ആദ്യ സീസണിൽ ഡൽഹിക്കു വേണ്ടിയായിരുന്നു 17കാരൻ സാൻവാന്റെ അരങ്ങേറ്റം. 13 കളികളിൽ 15 വിക്കറ്റുകളുമായി അതിവേഗം ശ്രദ്ധയിലേക്കുയർന്നു. മുൻ പാകിസ്ഥാൻ ബോളർ വസീം അക്രത്തെ ആരാധിച്ചിരുന്ന സാൻവാനിൽ ലോകമറിയുന്ന പേസറുടെ ഉദയം പ്രവചിക്കപ്പെട്ടു. എന്നാൽ തൊട്ടടുത്ത സീസണിൽ സാൻവാന്റെ പ്രകടനം താഴേക്കായി. പിന്നീടുള്ള 3 വർഷങ്ങളിൽ 3 IPL മത്സരങ്ങളിലേ കളിക്കാനായുള്ളൂ. ഉത്തേജകം ഉപയോഗിച്ചെന്ന ആരോപണത്തെ തുടർന്ന് 18 മാസം വിലക്കു നേരിട്ടതോടെ സാൻവാന്റെ കരിയർ അവസാനിച്ചു. 4. ശ്രീനാഥ് അരവിന്ദ്. വഗൽ ശ്രീനാഥിനുശേഷം വീണ്ടുമൊരു ശ്രീനാഥിന്റെ പിറവിക്കു ക്രിക്കറ്റ് ലോകം കൈയടിച്ചത് IPL 4ാം സീസണിലാണ്. കർണാടകക്കാരനായ ശ്രീനാഥ് അരവിന്ദ് ബെംഗളൂരു റോയൽ ചാലഞ്ചേഴ്സിനു വേണ്ടി ആ സീസണിൽ 13 കളികളിൽ വീഴ്ത്തിയത് 21 വിക്കറ്റ്. RCBയുടെ ആ വർഷത്തെ ഏറ്റവും വലിയ വിക്കറ്റ് വേട്ടക്കാരനായി ശ്രീനാഥ് മാറി. എന്നാൽ അടുത്ത സീസണിൽ ഒരു കളിയിലെ ശ്രീനാഥിന് അവസരം ലഭിച്ചുള്ളൂ. 3 ഓവർ എറിഞ്ഞപ്പോൾ വിക്കറ്റ് ലഭിച്ചില്ലെന്നു മാത്രമല്ല 48 റൺസും വഴങ്ങി. പതിയെ ടീമിൽ നിന്ന് പുറത്തുപോയി. 5. മൻപ്രീത് ഗോണി. ചെന്നൈയുടെ ആദ്യ സീസണിലെ ഏറ്റവും വലിയ വിക്കറ്റ് വേട്ടക്കാരൻ. മൻപ്രീത് ഗോണിയുടെ കരിയറിന്റെ തുടക്കം അങ്ങനെയായിരുന്നു. ധോണിയുടെ കണ്ടെത്തലായി അവതരിപ്പിക്കപ്പെട്ട പഞ്ചാബുകാരൻ ഗോണി 16 കളിയിൽ 17 വിക്കറ്റ് വീഴ്ത്തി. എന്നാൽ പരുക്കുകൾ വിടാതെ തുടർന്നപ്പോൾ കരിയർ അതിവേഗം താഴേക്കായി. പതിയെ കളികളിൽ നിന്നു മാറ്റി നിർത്തപ്പെട്ട ഗോണി 2014-ൽ ടീമിൽ നിന്നു പുറത്തായി. 6. സൗരഭ് തിവാരി. നീട്ടിവളർത്തിയ മുടിയും സമാന കളിശൈലിയുമായി ധോണിയുടെ പിൻഗാമിയായി അവതരിച്ചയാളാണ് സൗരഭ് തിവാരി. 2010 സീസണിൽ മുംബൈക്കു വേണ്ടി തിവാരി തിളങ്ങി. 16 കളികളിൽ 419 റൺസ് അടിച്ചുകൂട്ടി. ഈ ബലത്തിൽ വൻതുകയ്ക്ക് RCB തിവാരിയെ അടുത്ത സീസണിൽ സ്വന്തമാക്കിയെങ്കിലും ഫോം കണ്ടെത്താൻ വിഷമിച്ചു. പിന്നീടുള്ള സീസണുകളിൽ 200 റൺസ് പോലും നേടാനായില്ല. പതിയെ ടീമിൽ നിന്ന് പുറത്തായി. ഈ താരങ്ങൾ കൂടാതെ ഇഗ്ബോലെ പുറത്തായിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ.